ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1599. ഇന്ന് മെയ് മാസം 17-ാം തീയതി 138-ാമത്തെ ദിവസത്തിലെത്തി. ശലോമോന്റെ നല്ലൊരു പ്രാർത്ഥനയും പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം കൊടുത്ത ചില വരങ്ങളുമുണ്ട്. ശലോമോന് ദൈവം നൽകിയ ആ വരങ്ങൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് ഒന്ന് കണ്ടെത്തുമോ? വരങ്ങൾ കിട്ടിയില്ലേലും ശലോമോന് കിട്ടിയ വരങ്ങളെക്കുറിച്ച് ഇത്തിരി തിരിച്ചറിവ് നമുക്ക് കിട്ടും. എന്താണ് ശലോമോന് സ്വന്തമായി ദൈവം കൊടുത്തത്? ഒന്ന് ജ്ഞാനമാണെന്നാണ് പറയുക. ജ്ഞാനം അറിവിന് മീതെയാണ്. അറിവ് ഒരു ഇൻഫർമേഷനോ നോളജോ ആണെങ്കിൽ ജ്ഞാനം ശരിക്കും വിസ്ഡമാണ്. നമുക്കുള്ളതെല്ലാം എനിക്ക് തോന്നുന്നു ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറെ അറിവുകളാവും. അതിനുമീത് ദൈവത്തിന്റെ കൃപയും ചൈതന്യവും ആവസിക്കുന്ന ജ്ഞാനം നമ്മളിലുണ്ട്. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ സഭ നിശ്ചയിച്ച വേർതിരിച്ച ദിവസങ്ങളിലായിരിക്കുമ്പോൾ കുറച്ച് ദൈവിക ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാമോ, കാത്തിരിക്കാമോ? വിസ്ഡം കിട്ടാൻ വേണ്ടി. അങ്ങനെ വിസ്ഡം കിട്ടുന്നവർക്കാണ് അടുത്ത പടി കാത്തിരിക്കുന്നത്. ശലോമോന് പിന്നെ ഉൾക്കാഴ്ച ഉണ്ടായെന്നാ പറയുക. കാഴ്ച എല്ലാവർക്കും ഉണ്ടാവും. കണ്ണ് കാണാൻ പാടില്ലാത്തവർക്കും കാഴ്ചയുണ്ടാവും. പക്ഷേ ഈ ഉൾക്കാഴ്ചയോ ഇൻസൈറ്റോ ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ്. കാഴ്ചയ്ക്കും അപ്പുറത്തുള്ള കാഴ്ചപ്പാടിനു വേണ്ടിയാണ് നമ്മൾ ഇനി പ്രയത്നിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമൊക്കെ. അങ്ങനെ ശലോമോന് ജ്ഞാനത്തിന് പിന്നാലെ ശരിക്കും ഉൾക്കാഴ്ചയുണ്ടാവും. 3-ാമത് കിട്ടിയ ഗിഫ്റ്റാണ് ഏതൊരാളെയും ഏറെ കൊതിപ്പിക്കേണ്ടത്. അതെന്താണ്? ശലോമോന് കടൽ തീരം പോലെ ഒരു മനസ്സുമുണ്ടായി. ഒരു മനുഷ്യന് ദൈവം കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് ഈ ഒരു പഴയ നിയമ വേദഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ ശരിക്കും കുളിർമയോടുകൂടി ഓർത്തു പോകുന്നത്, ആഗ്രഹിച്ചു പോകുന്നത്. കടൽ തീരം പോലെ വിശാലമായ ഒരു ഹൃദയമുണ്ടാവുന്നു. അങ്ങനെ ഒരു ഹൃദയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ഏതാണ്ട് ചുരുങ്ങി അവനവനിലേക്ക് ഉരുണ്ടുകൂടി പ്രാവൻകൂട് പോലെ ഏറ്റവും കുഞ്ഞു സുഷിരമായി മാറുന്ന കാലത്ത് ഹൃദയത്തെ ഇങ്ങനെ കടൽ തീരം പോലെ ഒന്ന് വിശാലമാക്കാനായിട്ട്, എല്ലാ വിഭവങ്ങളെയും ഉൾക്കൊള്ളാൻ പാകത്തിന്, എല്ലാ സഹജീവികളെയും ഒന്ന് സ്വീകരിക്കാൻ പാകത്തിന് ഞാൻ എപ്പോഴാണ് ക്രിസ്തുവിന് ചേർന്ന ഒരാളായിട്ട് മാറുക? ക്രിസ്തുവേശുവിന്റെ വാഗ്ദാനമായിരുന്നു പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നുള്ളത്. നമുക്കും കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. അത് ഹൃദയവിശാലതയ്ക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. അത് ജ്ഞാനത്തിനും അതിന് മീതെ ലഭിക്കുന്ന ഉൾക്കാഴ്ചയ്ക്കും ഒടുവിൽ കടൽ തീരം പോലെ വിശാലമായ ഹൃദയത്തിനും വേണ്ടി. ആമേൻ.